ഇനി നടക്കാൻ പോകുന്നത് അതിദാരുണമായൊരു ചരിത്രമാണ്. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലൊരു പൂതി കയറി തുടങ്ങി, എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുടി വെട്ടാൻ പറ്റത്തില്ല. മുടി വെട്ടിക്കഴിഞ്ഞാൽ എന്നെ ഇനി വീട്ടിൽ കെട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ഉദിച്ചു. ഒന്നും നോക്കിയില്ല, എൻ്റെ 18ാമത്തെ അടവ് ഞാനങ്ങ് എടുത്ത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം റോഡിൽ ഇറങ്ങുമ്പോൾ മുട്ടായിക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളവരെ പോലെ വാശി പിടിക്കത്തില്ലേ, അങ്ങനെ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ കണ്ണും കൈയൊക്കെ കാണിച്ചിട്ട് അമ്മയുടെ മൗനവും സമ്മതമാക്കിയിട്ട് ഞാൻ എന്താക്കി, മുടി കളർ ചെയ്യാന്നുള്ള തീരുമാനത്തിലോട്ടങ്ങ് എത്തി. ചെക്കനോട് പറയേണ്ട താമസം, അവന് ടൂൾസുമായിട്ട് മുന്നിലോട്ട് എത്തിയിട്ടോ. എന്താ പറയുക, ഭാരം തന്നെ. കുറേ കളറൊക്കെ കാണിച്ചതിന് ശേഷം ഞാനൊരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. എൻ്റെ മുടിയിൽ നാഗചേച്ചിനെ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടു ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും അവിടെ അമ്മയുടെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 20 മിനിറ്റോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു, വിശക്കുന്നുമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം. ഈ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അവൻ ആ ഒരു രീതിയിൽ ആ പുള്ളി ഈ മുടിയൊക്കെ സെറ്റ് ചെയ്തെടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഷോ കാണിക്കണമെന്നാണല്ലോ. അങ്ങനെ അമ്മയെ കൊണ്ട് 2-3 വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല. പിന്നെ മുടിയിട്ട് ആട്ടലായിരുന്നു. 10 പേര് നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മുടിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒന്നുമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.